രണ്ടാമത്തെ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അതൊരു മധ്യമ കൂട്ടുകെട്ടാണ്. ഇത്രയേ ഉള്ളൂ. ചിലരോടൊക്കെ കൂട്ടുകൂടി എന്ന് കരുതി ഒരു ഗുണവും ഉണ്ടാവില്ല, ഒരു ദോഷവും ഉണ്ടാവില്ല. ഉദാഹരണമായി പറയുന്നത് ഇതാണ്. ചേമ്പിൻ്റെ ഇലയിൽ വന്നു വീഴുന്ന ഒരു വെള്ളത്തിൻ്റെ തുള്ളി അവിടെ ചേമ്പിൻ്റെ ഇലയുടെ മുകളിലൊക്കെ ഇരിക്കും. ഒരു കാറ്റൊക്കെ വരുമ്പോൾ അവിടെ അതിനകത്തൂടെ മനോഹരമായിട്ടൊക്കെ ഓടിക്കളിക്കും. കാറ്റിത്തിരി കൂടെ ശക്തിയായി വീശിയാൽ വെള്ളത്തുള്ളി അതിൻ്റെ വഴിക്ക് പോകും, ചേമ്പിൻ്റെ ഇല അതിൻ്റെ വഴിക്ക് പോകും. ചിലരോടൊക്കെ കൂട്ടുകൂടുന്നത് കൊണ്ട് ജീവിതത്തിന് ഗുണവും ഉണ്ടാവില്ല, നഷ്ടവും ഉണ്ടാവില്ല. അതിനെയാണ് മധ്യമ കൂട്ടുകെട്ടെന്ന് വിളിക്കുന്നത്. മൂന്നാമതൊരു കൂട്ടുകെട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ഉത്തമമായ കൂട്ടുകെട്ട്. പറഞ്ഞു വെക്കുന്ന ഉദാഹരണവും മറ്റൊന്നല്ല. ഒരു ചിപ്പിയുടെ ഉള്ളിലേക്ക് ഒരു മണൽത്തരി ചെന്ന് പറ്റിയാൽ അതിന് സംഭവിക്കുന്ന മാറ്റമാണ്. ചിപ്പിയോട് കൂട്ടുകൂടി കഴിയുന്ന മണൽത്തരി കാലങ്ങൾക്ക് ശേഷം ഏറ്റവും മൂല്യമുള്ള ഒരു മുത്തായിട്ട് രൂപാന്തരപ്പെടും. ചിലരോടൊക്കെ കൂട്ടുകൂടിയാൽ ജീവിതത്തിൻ്റെ വിലയും നിലയുമൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് നല്ല രീതിയിൽ വലുതായി തീരാൻ വലിയ സാധ്യതകളൊക്കെ ഉണ്ട്. പറഞ്ഞു വന്നത്, യൗവനത്തിൽ ഓരോരുത്തർക്കും കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടുകൾ ഏതാണെന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് വയനാട്ടിലെ ചീങ്ങേരി എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയിലാണ്. ആ പള്ളിയിലെ പ്രായമായ 4 അപ്പച്ചന്മാർ കൂട്ടുകൂടാൻ തീരുമാനിച്ചു. അവരുടെ തീരുമാനം വേറൊന്നും ആയിരുന്നില്ല. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ആ ദൈവാലയത്തിൽ കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച അന്ന് ഇവർ 4 പേര് ഒരുമിച്ച് കൂടി കൂട്ടുകൂടിയെടുത്തൊരു തീരുമാനമുണ്ട്. എന്തായാലും നമ്മുടെ പള്ളിയിൽ കോതമംഗലം ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചു. ആ ദൈവാലയത്തെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാ ദിവസവും വൈകുന്നേരം അങ്ങാടിയിൽ പോകുന്നത് നിർത്തി വൈകുന്നേരം പള്ളിയിൽ പോയി സന്ധ്യാപ്രാർത്ഥന നടത്താം. ഇന്നലെ സന്ധ്യയ്ക്ക് വരെ അത് മുടങ്ങാതെ നടന്നു എന്നാണ് എൻ്റെ അറിവ്. പ്രായമായ 4 പേര് കൂട്ടുകൂടിയപ്പോൾ ഒരിടവക പള്ളിയിൽ പോലും മുടക്കം കൂടാതെ സന്ധ്യാനമസ്കാരം നടന്നു വരുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ആരോടൊക്കെയാണ് നമ്മൾ കൂട്ടുകൂടുന്നത്, എന്തിനോടൊക്കെയാണ് നമ്മൾ കൂട്ടുകൂടുന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് നന്മകൾ നൽകാൻ ഇടയായിത്തീരും. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉള്ളപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 37-ാം അധ്യായത്തിലൂടെ നമുക്ക് സ്വീകരിക്കാൻ കൊള്ളാവാത്ത ഒരു ചിന്ത കൂടെ വായിച്ചു പോകേണ്ടി വരികയാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യൗസേപ്പ് തൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ഒരു ദുർവർത്തമാനം അവൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സത്യത്തിൽ നമ്മുടെ കൂട്ടുകെട്ടുകളിലൊക്കെ അതിൽ വിള്ളലുണ്ടാകുവാനും ഒരുപാട് പേരെ നൊമ്പരപ്പെടുത്താനും ഇടയാകുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഒരു വാചകം
എന്നെ വല്ലാതെ സ്വാധീനിച്ചത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ആസ് എ ക്രിസ്ത്യൻ, ആർ യു സ്പ്രെഡിങ് ഗോസ്പൽ ഓർ ഗോസിപ്പ്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത് സുവിശേഷമാണോ അതോ പരദൂഷണം? സൗഹൃദത്തിൽ ഇന്ന് സംഭവിക്കുന്നതായൊരു കാര്യമെന്നുള്ളതും മറ്റൊന്നല്ല. നമ്മൾ പകർന്നു കൊടുക്കേണ്ടുന്ന ക്രിസ്തുവിൻ്റെ സുന്ദരമായ സുവിശേഷത്തിന് പകരം നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത പലതും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ വല്ലാതെ വിഷമയമായി പോവുകയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഒരു ലോകമാണ്. പണ്ടൊക്കെ കോളേജിൻ്റെയും സ്കൂളിൻ്റെയും റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലുമൊക്കെ പബ്ലിക് ടോയ്ലറ്റിൽ പലരും വളരെ മോശപ്പെട്ടതൊക്കെ എഴുതി കടന്നു പോകുന്നത് പോലെ ഇന്ന് ആർക്കും ആരെക്കുറിച്ചും എന്തും എഴുതാവുന്ന ഒന്നായി സോഷ്യൽ മീഡിയകൾ മാറിയപ്പോൾ ഒരു യുവാവോ യുവതിയോ ആയിരിക്കുന്ന നമ്മൾ സത്യത്തിൽ പകർന്നു കൊടുക്കുന്നത് സുവിശേഷമാണോ? മനുഷ്യ സൃഷ്ടിയെ നടത്തിയതിന് ശേഷം ദൈവം നല്ലതെന്നും പറയുന്നില്ല, മോശമെന്നും പറയുന്നില്ല. ദൈവശാസ്ത്രജ്ഞന്മാർ അതിന് കൊടുക്കുന്ന ശ്രദ്ധേയമായ നിർവചനം ഇങ്ങനെയാണ്: മനുഷ്യൻ നല്ലതാണോ തീയതാണോ എന്ന് സൃഷ്ടികർമ്മത്തിന് ശേഷം ഉടൻ തന്നെ ഉടയ തമ്പുരാൻ പറഞ്ഞില്ല. എന്താണെന്നറിയാമോ? ഈ ജീവിതത്തിൻ്റെ അവസാനമാണ് അതിനൊരു ഉത്തരം നമ്മൾ കൊടുക്കേണ്ടത്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയിട്ട് ദൈവം എനിക്ക് നൽകിയ ജന്മം നല്ലതാണോ തീയതാണോ എന്ന് തീരുമാനിക്കപ്പെടുക എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലാണ്. മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പോലും പറയാറുണ്ട്. ചിലരൊക്കെ ജീവിതത്തിൽ അത്ര നല്ലതല്ലാത്ത രീതിയിൽ ജീവിച്ച് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വളരെ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം. കർത്താവിൻ്റെ ഇടതും വലതുമായി ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരാൾ സ്വർഗം സ്വന്തമാക്കിയത് പ്രാണൻ വെടിയാൻ പോകുന്നതിന് അല്പം മുമ്പാണ്. യഹോവയായ ദൈവം സൃഷ്ടി നടത്തിയിട്ട് എല്ലാത്തിനും നല്ലതെന്നു കണ്ടു എന്നെഴുതിയപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ദൈവം നല്ലതാണോ തീയതാണോ എന്ന് നമ്മെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലാണ്. യൗവനത്തിൽ നമ്മൾ ഒരുപക്ഷെ ഒരുപാട് നന്മകളൊക്കെ ചെയ്തേക്കാം, ഒരുപാട് ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ഇത്തിരി കഴിയുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോയ പിന്നെ ആ ചെയ്തത് കൊണ്ടൊന്നും വലിയ പുണ്യമൊന്നും ഉണ്ടാകണമെന്നില്ല. ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കൂടി മുഖാന്തരമാകുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുക എന്ന തിരിച്ചറിവും നമുക്കാവശ്യമാണ്. യുവജന പ്രസ്ഥാനത്തോട് പറയുമ്പോൾ ചിലപ്പോൾ പിണക്കം തോന്നിയേക്കാമെങ്കിലും പറയാതെ പോകുന്നത് അപരാധമായി മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഇന്നത്തെ യുവതീ യുവാക്കളുടെയൊക്കെ ഇടയിൽ നന്മ ചെയ്യാനുള്ള ഒരു വല്ലാത്ത ത്വരയൊക്കെ കാണാറുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയാ ഈ നന്മ ചെയ്യുന്നത്? ആ ഒരു ചോദ്യം ഓരോ യുവജന പ്രസ്ഥാനവും കാത്തു സൂക്ഷിക്കേണ്ടുന്നത് ആവശ്യമാണ്.
നീ ഒരു നന്മ ചെയ്യുന്നത് നിന്റെ ജീവിതത്തിന് നേട്ടമുണ്ടാകാനോ നിനക്ക് ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമാകുമ്പോൾ ചെയ്യുന്ന നന്മ പോലും ഒരു പക്ഷേ തിന്മയായിട്ട് ഭവിക്കുമെന്നുള്ളതിന് മാറ്റമില്ല. ഞാൻ ഇങ്ങനെ പറയുന്നത് ജീവിതത്തിൻ്റെ ചില നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ്. ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു പള്ളിയിൽ ഭവന സന്ദർശനത്തിന് പോയ സമയത്ത് ആ വീട്ടിൽ ചെല്ലാനായി സാധിച്ചില്ല. കാര്യം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അവർ വീട്ടിലില്ല. അച്ഛനോട് വരണ്ട എന്ന് പറയാൻ വേണ്ടി അയൽപക്കത്തെ വീട്ടുകാരെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അന്ന് ഭവന സന്ദർശനം നടത്തിയില്ല. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതൻ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛൻ ഇന്ന വീട് വരെ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, പോകാത്തതിൻ്റെ കാരണം ഇതൊക്കെയായിരുന്നു. സാരമില്ല, ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാനും കുറച്ച് സുഹൃത്തുക്കളും കൂടെ ഒരു ഉച്ചയ്ക്ക് 2 മണി സമയത്താണ് ഈ വീട്ടിലേക്ക് പോകുന്നത്. വാഹനമിറങ്ങി കുറച്ചു ദൂരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഉച്ച സമയത്ത് പോലും മനസ്സിൽ വല്ലാത്തൊരു ഭീകരത തോന്നുന്ന ഇരുട്ട വീട്ടിലേക്ക് പോകുന്ന വഴിക്കുണ്ട്. ഒരു കാട്ടിനുള്ളിലൂടെയൊക്കെ ഇത്തിരി നേരം നടന്നു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, കുറച്ച് കമുക് വെട്ടിയിട്ട് ഒരു ചായ്ച്ച കെട്ടി അതിൻ്റെ മുകളിലും സൈഡിലുമൊക്കെ മറച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഈ സുവിശേഷ യോഗത്തിൻ്റെ വിവരമറിയിക്കാൻ വേണ്ടി ഈ റോഡ് സൈഡിൽ നമ്മൾ കെട്ടിയിരിക്കുന്ന ഫ്ലെക്സിന് അതിനേക്കാൾ ഉറപ്പ് ഉണ്ട്. ഇത് മറച്ചു കെട്ടി ഒരു കുടുംബം അവിടെ കിടക്കുകയാണ്. ആ വീട് കേവലം മണ്ണ് കോരിയിട്ടതിൽ നിന്ന് ഞൊളയ്ക്കുന്ന ചാനട്ടകൾ ഉള്ളത് കൊണ്ട് ആ വീട്ടിലെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ ആ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാതെ അവർ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നല്ല ഒരു പെരിച്ചാഴി രാത്രി കയറിയാൽ ആ വീടിന് വച്ചിരിക്കുന്ന മുഴുവൻ മറയും അന്ന് രാത്രി ഇല്ലാതാവും. ഇതൊക്കെ കണ്ട് വല്ലാതെ വിഷമിച്ച് വന്നപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ആരോടും ആലോചിക്കേണ്ടച്ചാ, എത്രയും പെട്ടെന്ന് ആ വീട് പണിതു കൊടുക്കാം. ഇത്ര വലിയ ദാരിദ്ര്യത്തിൽ നടുവിൽ നടക്കുന്ന ആ മനുഷ്യരോട് ഈ വീട് പണിതു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ കൂപ്പ് കൈകളോടെ നിന്ന് പറഞ്ഞ കാര്യമുണ്ട്, പള്ളിയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടച്ച. സ്നേഹമുള്ളവരെ, ആരെങ്കിലും തന്നാൽ അത് ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി മനസ്സ് കാണിക്കേണ്ടുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു പോലും അത് വേണ്ടെന്ന്. ഞാൻ വല്ലാതെ ആശങ്കപ്പെട്ടു പോയി, എന്തുകൊണ്ടായിരിക്കും ഇതെന്ന്. സ്നേഹമുള്ളവരെ, മനുഷ്യന് സ്വന്തമായിട്ടൊന്നു മാത്രമേ ഉള്ളൂ, അല്പം ആത്മാഭിമാനം. അത് വിൽക്കാനായിട്ട് ആരും തയ്യാറല്ല എന്ന തിരിച്ചറിവ് യുവജന പ്രസ്ഥാനമെങ്കിലും സ്വന്തമാക്കേണ്ടുന്നതാണ്. ഞാൻ പറയുന്നതിനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാൻ ഇടവരരുത്. നമ്മൾ ഈ ഭൂമിയിൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത് 4 പേർ അറിയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു പക്ഷേ നമുക്കൊരാൾ തന്നിരിക്കുന്ന പണം ശരിയായി ഉപയോഗിച്ചു എന്ന് ബോധ്യപ്പെടുത്തേണ്ടുന്നതും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മറ്റുള്ളവർക്കൊരു പ്രചോദനവുമായേക്കാം. നമ്മൾ ചെയ്യുന്നത് പ്രസിദ്ധപ്പെടുത്തിയാലും ആർക്ക് ചെയ്തു എന്ന് ദയവ് ചെയ്ത് കൊട്ടിഘോഷിക്കരുത്. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഇടവക
ആ ഇടവകയിലെ ഒരു പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു വലിയ സ്റ്റേജ് കെട്ടി അതിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കുമ്പോൾ ആ വീട്ടുകാരനെ വിളിച്ചു വരുത്താതെ ആ വാർഡിൻ്റെ കമ്മിറ്റിക്കാരൻ വന്ന് അഭിമാനത്തോടെ വേണമെങ്കിൽ ആ താക്കോല് വാങ്ങട്ടെ. ഒരു ഇടവകയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ വികാരിയച്ഛന് ആ താക്കോല് വാങ്ങാൻ ഒട്ടും ആത്മാഭിമാനം ചോർന്നു പോകില്ല. പക്ഷെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന ഗതികേടുണ്ടാകുമ്പോഴാണ്, നമ്മുടെ ആത്മാഭിമാനമൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് ജീവിതം നൊമ്പരപ്പെടുന്നതെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നന്മ ചെയ്യുക, ചെയ്യുന്ന നന്മ ആരെയും അപമാനപ്പെടുത്തുവാനായിട്ട് ഇടയാകാതെ സൂക്ഷിക്കുക എന്നതും യൗവനത്തിൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യമാണ്. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ കർത്താവ് പഠിപ്പിക്കുന്നതായ സമയത്ത് പുരോഹിതനും ലേവ്യനും വഴിയരികിൽ കിടക്കുന്ന അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ടും കാണാതെ പോയി. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന ചിന്തോദീപകമായൊരു വാക്കുണ്ട്. ലേവ്യനും പുരോഹിതനും ദൈവാലയത്തിലെത്തി, ദൈവത്തിൽ എത്തിയില്ല. നല്ല ശമരിയാക്കാരൻ ദൈവാലയത്തിൽ എത്തിയില്ല, പക്ഷെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തി. ദൈവാലയവും ആത്മീയ പ്രസ്ഥാനങ്ങളും ആത്മീയ ആചാര്യന്മാരൊക്കെ എന്നെയും നിങ്ങളെയും ദൈവത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള മുഖാന്തിരങ്ങളാണ്. ദൈവത്തിലെത്താത്തിടത്തോളം ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുകയില്ല. ഇന്ന് ഫാൻസ് അസോസിയേഷൻ്റെ ഒരു കാലഘട്ടം അത് വല്ലാതെ നിൽക്കുന്നുണ്ട്. സെലിബ്രിറ്റികളെ ആരാധിക്കുന്ന, സിനിമാ നായകന്മാരെയും നായകിമാരെയും ആരാധിക്കുന്ന, കായിക താരങ്ങളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം അതപ്പാടെ തന്നെ ആത്മീയ ലോകത്തിലേക്കും കടന്നു കയറിയിരിക്കുകയാണ്. അച്ഛന്മാരുടെ ഫാൻസ്, മെത്രാച്ചന്മാരുടെ ഫാൻസ്, ഇതൊക്കെ യുവജനത്തിൻ്റെ ഒരു ഭ്രമമായി മാറിയിരിക്കുമ്പോൾ എവിടെയെങ്കിലും യേശുവിൻ്റെ ഫാൻസായി നമ്മൾ മാറ്റപ്പെട്ടിട്ടുണ്ടോ? ദൈവാലയത്തിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഒരു പടി കൂടെ കടന്ന് ദൈവത്തിലെത്തുമ്പോഴാണ് ആത്മരക്ഷ സ്വന്തമാവുകയുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട അച്ഛൻ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ മാത്രം പള്ളിയിൽ പോകുന്നവനായ, എനിക്കിഷ്ടപ്പെട്ട തിരുമേനി വരുമ്പോൾ മാത്രം പെരുന്നാളിന് പോകുന്നവനായി യുവതീ യുവാക്കൾ മാറ്റപ്പെട്ടാൽ, നീ വിശുദ്ധ കുർബാന കാണാൻ പോകുന്നിടത്ത് നിന്ന് ബലിയർപ്പിക്കാൻ പോകുന്ന ഒരു തലത്തിലേക്ക് ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു തിരിച്ചറിവായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അഖില മലങ്കര യുവജന പ്രസ്ഥാനത്തിലെ ഓരോ മക്കളും മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്നതായ കാര്യം, ഭൗതിക ലോകത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ അതേ കാഴ്ചപ്പാടല്ല ആത്മീക ലോകത്തിന് നമുക്കാവശ്യം. സ്വത്തല്ല, സ്വത്വമാണ് പ്രധാനപ്പെട്ടത്. നിനക്കെന്തുണ്ട് എന്നുള്ളതല്ല, നീ എന്താണെന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. നിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും വില കൂടിയ ആപ്പിളിൻ്റെ മൊബൈൽ ഫോണായിരിക്കും. ആ ആപ്പിളിൻ്റെ മൊബൈൽ ഫോണല്ല നിനക്ക് വിലയിടുന്നത്, മറിച്ച് ആ മൊബൈൽ ഫോണിലൂടെ നീ എന്ത് പറയുന്നു എന്നുള്ളതാണ് നിൻ്റെ വില നിശ്ചയിക്കുന്നത്. ലീയുടെ ടീഷർട്ട് ഇട്ടാൽ നിൻ്റെ വില വർദ്ധിക്കില്ല. ടീഷർട്ട് ഇട്ട് നടക്കുന്ന
നിന്റെ പെരുമാറ്റം സ്ത്രീകളോടും കുട്ടികളോടും മാന്യതയുള്ളതായി തീരുമ്പോഴാണ് നിന്റെ വില വർദ്ധിക്കുക. വുഡ്ലാൻഡിൻ്റെ ഷൂ ഇട്ടത് കൊണ്ട് നിന്റെ വില വർദ്ധിക്കുമെന്ന് വ്യാമോഹിക്കരുത്. ആ ഷൂ ഇട്ടിട്ട് നീ എങ്ങോട്ടാണ് നടന്നു നീങ്ങുന്നതെന്നാണ് നിന്റെ വിലയെ നിശ്ചയിക്കുന്നതെന്ന് തിരിച്ചറിയണം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, പറഞ്ഞു വെച്ചത് ഇത്രമാത്രമേ ഉള്ളൂ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ യുവജനങ്ങൾ കേവലം യുവജനങ്ങൾ മാത്രമല്ല, ഈ സഭയുടെ മക്കളാണെന്ന തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാകണം. നമ്മുടെ അമ്മയായ ഈ സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിലനിർത്താനായി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ലോകത്തൊരുപാട് ഉപദേശങ്ങളൊക്കെയുണ്ട്. എല്ലാ ഉപദേശങ്ങളും അതിൻ്റെ ഉറവയനുസരിച്ച് ഉദ്ദേശശുദ്ധിയിൽ വ്യത്യാസമുണ്ടാകുമെന്ന് തിരിച്ചറിയുക. 4-ാം നൂറ്റാണ്ടിലെ കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഒരാളായിരിക്കുന്ന നിസായിലെ വിശുദ്ധ ഗ്രിഗറി എന്ന പിതാവിനോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എവിടെ വേണമെങ്കിലും പോയി എനിക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പാടില്ലേ? എവിടെ പറയുന്നതും ദൈവത്തിൻ്റെ വചനമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്: വെള്ളം അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നെടുത്താലും അതിനകത്ത് 2 മാത്ര ഹൈഡ്രജനും 1 മാത്ര ഓക്സിജനുമേ കാണും. അത് ഈ ഭൂമിയിലെ ഏത് രാജ്യത്ത് നിന്നെടുത്താലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏത് ഉറവയിൽ നിന്ന് വരുന്നോ അതനുസരിച്ച് ആ വെള്ളത്തിൻ്റെ രുചിക്കിത്തിരി വ്യത്യാസം ഉണ്ടാകും. ചെളിയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ചെളിയുടെ ചുവയുണ്ടാകും. കുമ്മായ മണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തിന് കുമ്മായത്തിൻ്റെ രുചിയുണ്ടാകും. ഉപ്പുപാറയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഉപ്പിൻ്റെ രുചിയുണ്ടാകും. നമ്മുടെ ജീവിതം നമുക്ക് ജന്മം നൽകിയ ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ദൈവരാജ്യം കെട്ടിപ്പണിയുവാൻ നമ്മുടെ സാന്നിധ്യം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷം സമ്മാനിക്കുന്നതായി തീരണം. യുവതലമുറ തലയും മുറയും ഉള്ള തലമുറകളായി തീരാൻ, തലയുണ്ടായിട്ട് മുറയില്ലാത്തതോ മുറയുണ്ടായിട്ട് തലയില്ലാത്തതോ ആയ തലമുറയായി തീരരുത്. നമ്മുടെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവിന് ഒരു തൊഴിലുണ്ടായിരുന്നത് പോലെ അധ്വാനിച്ച് ജീവിക്കുന്നതാണ് ആത്മാഭിമാനമെന്ന് തിരിച്ചറിയുവാൻ യൗവനത്തിന് സാധിക്കണം. യൗവനത്തിൽ കൂട്ടുകെട്ട് നമുക്കൊരുപാട് പേരോടുണ്ട്. പക്ഷേ സ്വന്തം കുടുംബത്തോട്, കുടുംബാംഗങ്ങളോട് നമുക്ക് കൂട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ വാട്സപ്പിലുള്ളവരും ഫേസ്ബുക്കിലുള്ളവരുമല്ല നിനക്ക് ആശ്വാസമായി കൂടെയിരിക്കുക. നിൻ്റെ കുടുംബത്തിലുള്ളവർ മാത്രമാണെന്ന് തിരിച്ചറിയുക. കൂട്ടുകെട്ടുകൾ 3 തരമുണ്ട്. അധമം, മധ്യമം, ഉത്തമമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. 3ാമത്, യൗസേപ്പിൻ്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് ഒരു ദുർവർത്തമാനം കൊണ്ടുവന്നു. ആസ് എ യൂത്ത്, ആർ യു സ്പ്രെഡിങ് ഗോസ്പൽ ഓർ ഗോസിപ്പ് എന്ന ചോദ്യം നമ്മുടെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കാൻ ഇടയായി തീരട്ടെ. അവസാനമായി നമ്മൾ ചിന്തിച്ചത് ഇത്രമാത്രമേ ഉള്ളൂ. ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ എല്ലാം നല്ലതെന്ന് കണ്ടപ്പോൾ മനുഷ്യനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലെ ദൈവം എനിക്ക് ജന്മം നൽകിയത് നല്ലതിനാണോ തീയതിനാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ ലക്ഷ്യം നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നന്മ ചെയ്യുന്നത് മറ്റൊരാളെ ആത്മാഭിമാനത്തെ ചോർത്തിക്കളയാനായിട്ട് ഇടയാകാതെ നമ്മുടെ ജീവിതം ആത്യന്തികമായി ക്രിസ്തു യേശു എന്ന
നമ്മുടെ രക്ഷകൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ ഈ സഭയും ഈ സഭയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ആരാണെന്നുള്ളതാണ് ശ്രദ്ധേയമായത് എന്ന തിരിച്ചറിവോടുകൂടെ ഒരു യുവതീ-യുവാക്കളായി ജീവിക്കുന്നവർക്ക് ക്രൈസ്തവ സാക്ഷ്യം സമൂഹത്തിന് നൽകുവാൻ തക്കവണ്ണം, സഭയുടെ മക്കളായി സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം സഹായകരമായി തീരട്ടെ എന്ന് മാത്രം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.